ഹലോ ഫ്രണ്ട്സ്, ചോറ് അധികം വന്നാൽ നമ്മൾ വെറുതെ കളയായിരിക്കും. പക്ഷേ ഇനി അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് കിട്ടലിനായിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ വിളിച്ച് നോക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യം തന്നെ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയുടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് നമ്മൾ ചോറെടുത്ത കപ്പിന് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി നമുക്ക് അത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് പേസ്റ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള മയമൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. വേറെ വെള്ളമൊന്നും മിക്സിയൊന്നും കഴുകി അതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനിയാണെങ്കിൽ നമ്മൾ ആ ചോറെടുത്ത കപ്പിന് തന്നെ ഒരു കപ്പ് ആദ്യം മൈദ ഇട്ട് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കുന്നുണ്ടേ. നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടാണേലും കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ചാണ് അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നത്. അങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് വീണ്ടും അതിലോട്ട് ഒരു 1/4 കപ്പ് പൊടിയോടാണ് മൈദപ്പൊടിയോടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോഴേ സ്പൂണൊക്കെ മാറ്റി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ ചോറ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വേണം നമ്മൾ മൈദപ്പൊടിയും എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് ചോറെടുത്താൽ അതിന് ഇപ്പോൾ അനുപാതമായിട്ട് 2.5 കപ്പ് മൈദപ്പൊടിയാണ് വേണ്ടത്. അതുപോലെ വെള്ളമാണെങ്കിൽ 1/2 കപ്പേ ഒഴിക്കാവോ, അത് കൂടുതലൊന്നും ഒഴിക്കരുത്. അത് കൂടുതൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതനുസരിച്ച് പൊടിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ചെറിയ രീതിയിലൊക്കെ ഒരു ഒട്ടലൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നന്നായിട്ട് അത് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്ക് നല്ലതായിട്ട് തന്നെ ഇത് ചപ്പാത്തിയൊക്കെ എടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അടച്ച് തന്നെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് എടുക്കുന്നതിനെക്കാട്ടി നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടുന്നത്. 15 മിനിറ്റ് നമ്മുടെ മാവ് മാറ്റി വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് മാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി അത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇത് ഉണ്ടാക്കി തുടങ്ങാവുന്നതാണ്. അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഓരോ ഉരുളയാക്കി എടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന ആ രീതിയിൽ ഈ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇപ്പോൾ ഞാൻ പരത്തുന്ന പലകയിലോട്ട് ചിലവും പൊടി തൂക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവ് അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതാക്കി ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ട് നല്ല രീതിയിൽ അതിന് ഇതുപോലെ ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ട് നമ്മുടെ ഡോ ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിച്ചാത്തി ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 4 പീസാക്കി അതിനെ ഒന്ന് കട്ടാക്കി ചെയ്ത് മാറ്റുന്നുണ്ട്. പിച്ചാത്തിക്ക് പകരം ഡോ കട്ടറുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരെണ്ണം ചപ്പാത്തി പോലെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഡോ ആണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ട് നമുക്ക് അതൊന്ന് പരത്തി എടുക്കാം. നല്ല സോഫ്റ്റാണ് ഇത്, വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. നന്നായിട്ടിത് തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് തിന്നായി പോകരുത്, നമുക്ക് അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പരത്തിയെടുത്തത് അത്രയും തിന്നായിട്ടല്ല, കുറച്ച് കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ നമുക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാവുന്നതാണ്.
ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കണം. അപ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ വരത്തക്ക രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് മൈദപ്പൊടിയുടെ തൂക്കി ഇട്ടിട്ട് ആ കൈ കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തൂത്ത് വരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഒരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും അതുപോലെ അതിനനുസരിച്ചുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ട് തൂക്കി ഒരു രണ്ടും കൂടെ ഒരുമിച്ച് മിക്സാക്കി എടുത്തിട്ട് ഇതിലോട്ട് തൂക്കി കൊടുത്താലും മതി. അതിന് പകരം ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. നമുക്ക് ഒന്നുകിൽ മൈദപ്പൊടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ മാത്രമായിട്ടാണെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനി ഒരു സൈഡിൽ നിന്ന് അതൊന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ചുരുട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു റോള് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് ചത്തി വെച്ച് ഒന്നുകൂടെ ഒന്ന് കട്ടാക്കി ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ പീസും ആണെങ്കിൽ നമുക്കൊന്ന് ചുരുട്ടി എടുക്കാവുന്നതാണ്. ഇതിവിടെ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ചുരുട്ടി എടുക്കാവുന്നതാണ്. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അതൊരു പാത്രത്തിലോട്ട് എണ്ണ തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ മാവിന് കുഴച്ച പാത്രത്തിലോട്ട് തന്നെയാണ് ഇത് മാറ്റി വെക്കുന്നത്. പിന്നെ അടുത്തത് ഇതുപോലെ ചുരുട്ടി നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമ്മൾ ഈ രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. ചോറൊന്നും വെറുതെ കളയത്തില്ല. അടിപൊളി ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് അത് നമുക്ക് ചുരുട്ടി എടുക്കാവുന്നതാണ്. ഈ രീതിയിലാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വീശി അടിക്കാതെ തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമുക്കറിയാം ഹോട്ടലുകാരായിട്ടൊക്കെ ആണെങ്കിൽ വീശി അടിച്ചായിരിക്കും നന്നായിട്ട് വീശി അടിച്ച് എണ്ണയൊക്കെ ഒരുപാട് തൂക്കിയിട്ടിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് ഈ വീടുകളിൽ ഈ രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ ഉണ്ടാക്കാം. ചോറ് ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ രീതിയിൽ എല്ലാം ശരിയാക്കി എടുത്തിട്ട് നമുക്കാണെങ്കിൽ ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പൊറോട്ടയ്ക്കുള്ള ഇത് പരത്താനായിട്ട് കിട്ടിയിരിക്കുന്നത് ഇത്രയുമാണ്. ഇനി അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു 10-15 മിനിറ്റ് കൂടെ വേണമെങ്കിൽ ഇത് പൊങ്ങാനായിട്ടൊക്കെ മാറ്റി വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതി. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചുട്ടെടുത്തിട്ട് തന്നെ ഉടനെ തന്നെ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ്സാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് കൈകൊണ്ട് ഒന്ന് പ്രസ്സാക്കി എടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലയുടെ കോൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്ത് ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ പരത്തുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്നുകൂടെ തിന്നാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് ചുടാനായിട്ട് തുടങ്ങാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമ്മൾ പണ്ടൊക്കെയാണ് ഹോട്ടലുകളിലൊക്കെ നന്നായിട്ട് ഇത് വീശി അടിച്ച് എണ്ണയൊക്കെ ഇതിനകത്ത് കോരി ഒഴിച്ച് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പക്ഷേ നമുക്ക് ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ ഓരോന്നും പരത്തി എടുത്തിട്ട് അതൊന്ന് ചൂടുന്നുണ്ട്. അപ്പോൾ ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലോട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തി എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ദോശക്കല്ലിലോട്ട് ഇട്ട് കൊടുത്ത് ചൂടായി വരുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഇതേപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മളിതിൽ ചോറൊക്കെ ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ്. നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുത്. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.